അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദപുസ്തകത്തിൽ ധൂർത്തപുത്രനെന്നും മുടിയനായ പുത്രനെന്നും അറിയപ്പെടുന്ന ഒരു ഭാഗമാണല്ലോ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഒരു മകൻ തൻ്റെ പിതാവിനോട് തൻ്റെ അവകാശമൊക്കെയും നിർബന്ധമായി ചോദിച്ച പിതാവിൽ നിന്ന് അകന്ന് പോകുന്നതായിട്ട് നാം വായിക്കുന്നത്. പിതാവ് ആഗ്രഹിക്കുകയും പിതാവ് പറയുകയും ചെയ്യുന്നത് ഒന്നും കേൾക്കാതെ പിതാവിൻ്റെ വാക്കിനെ നിരസിച്ച് തൻ്റേതായ വഴികൾ തിരഞ്ഞെടുത്ത് തൻ്റേതായ ജീവിത ശൈലിയുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിച്ച് ദൂരദേശത്തേക്ക് തൻ്റെ സ്നേഹിതരോടൊപ്പം ജീവിച്ചു പോയ ഒരു മകൻ തൻ്റെ ഈ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുകയും ആ പരാജയത്തെ തുടർന്ന് തൻ്റെ പിതാവിൻ്റെ വാക്കുകൾ ഓർത്ത് തൻ്റെ പിതാവിനോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ ആ സൗഭാഗ്യങ്ങൾ ഓർത്ത് ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമുണ്ടായി മടങ്ങി പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരികയും ചെയ്യുന്നതാണല്ലോ ആ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രകാരം ഉള്ള ഒരു അനുഭവം നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഉണ്ടാകുന്നതാണ്. പിതാവ് പറയുന്ന കാര്യങ്ങൾ എന്തിനാണെന്നോ പിതാവ് പറയുന്ന വാക്കുകൾ ആഗ്രഹങ്ങൾ ഒക്കെയും നിരസിച്ച് നാം പലപ്പോഴും നമ്മുടേതായ ജീവിതശൈലിയിൽ ജീവിച്ചു പോകാറുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ സാധ്യമായി തീരുന്നത് ഒന്നാമത്, ഐ നോ വാട്ട് ഐ ക്യാൻ ബി. ഈ മകൻ തൻ്റെ മനസ്സിനോടും തൻ്റെ പിതാവിനോടും പറയുന്ന വാക്കുകളായിരിക്കണം, എനിക്കറിയാം ഞാൻ എന്തായി തീരുമെന്ന്. പിതാവ് ചിലപ്പോൾ പറഞ്ഞു കാണും, നീ ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെയും നോക്കി നടത്തണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം. ഈ മകൻ പിതാവിൻ്റെ കീഴിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കുക. പിതാവിൻ്റെ വാക്കുകൾ തനിക്ക് സ്വീകാര്യമല്ല. അവിടെ നിന്ന് മാറിപ്പോയാലേ എനിക്ക് ജീവിതമുള്ളൂ. അതുകൊണ്ട് എനിക്കറിയാം എന്താ ഞാൻ ചെയ്യേണ്ടത്, എന്തായി തീരണമെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ഒരു പുറപ്പാടാണ് ഈ മകനുണ്ടാകുന്നത്. തൻ്റേതായ ജീവിത ശൈലി ഏറ്റെടുത്ത് തൻ്റേതായ നേട്ടങ്ങൾക്ക് വേണ്ടി താൻ യാത്രയായി പോകുന്നു. ഇത് പരാജയത്തിൻ്റെ ആരംഭമാണ്. പിതാവ് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെയും അത് നമുക്ക് ജീവിക്കുവാൻ പറ്റിയതാകുന്നു എന്ന് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിതാവ് നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായകരമായി തീരുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെയും ചെയ്യുവാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നി നാം നമ്മുടേതായ ജീവിത ശൈലികളെ ഏറ്റെടുക്കാറുണ്ട്. രണ്ടാമത് നമുക്ക് കാണാൻ സാധ്യമായി തീരുന്നത്, ഈ മകൻ പറയുന്നത്, എനിക്കറിയാം ഞാൻ എവിടേക്കാണ് പോകേണ്ടതെന്ന്. പിതാവ് പറയുന്നുണ്ട്, നീ എവിടെ പോയാലും നിനക്ക് നിൽക്കാൻ, ജീവിക്കാൻ, നിലനിൽക്കാൻ കഴിയുകയില്ല. ഈ മകൻ ദൂരദേശത്തേക്ക് പിതാവിൻ്റെ അടുക്കൽ നിന്ന് മാറിപ്പോവാൻ ആഗ്രഹിക്കുക. പിതാവിൻ്റെ അടുക്കൽ ജീവിച്ചാൽ ഞാൻ ഒരിക്കലും വളരുവാൻ കഴിയുകയില്ല, എനിക്കൊന്നും സാധിക്കത്തില്ല എന്ന് ചിന്തിക്കുക. പക്ഷേ ഈ പിതാവിനറിയാം ഈ മകൻ്റെ ബലഹീനതകൾ, പിതാവിനറിയാം ഈ മകൻ്റെ ജീവിത രീതികൾ, പിതാവിനറിയാം അവൻ എവിടെ നിലനിൽക്കാൻ കഴിയുമെന്ന്. ഒരു കർഷകൻ ഒരു മണ്ണും അതിൻ്റെ ചുറ്റുവട്ടും മനസ്സിലാക്കി അതിന് യോജിച്ച ചെടികളാണ് വെക്കുന്നത്. അല്ലാത്തത് അവിടെ വെച്ചാൽ അത് ചിലപ്പോൾ ഫലം കായ്ക്കത്തില്ല.
നമ്മുടെ പിതാവിന് അറിയാം നമ്മുടെ ജീവിത സാഹചര്യം നമുക്ക് എങ്ങനെ വളരാമെന്ന്. പക്ഷേ നാം അത് മനസ്സിലാക്കാതെ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പോകുന്ന ഇടത്തെ ഞങ്ങൾക്ക് ജീവിതമുള്ളൂ എന്ന്. ഓടിപ്പോവുകയാണ് കൂട്ടുകാരോടൊപ്പം ലൗകികമായ ആഡംബര ജീവിതം ആഗ്രഹിച്ച് തൻ്റേതായ ഇഷ്ട വഴികളിൽ കൂടെ നടന്നു പോകുന്നു. അവിടെ പരാജയം സംഭവിക്കുകയാണ്. താൻ പോയ ഇടത്തൊക്കെയും തനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടായുള്ളൂ. ദൈവത്തിൽ നകന്നുപോയവൻ തനിക്ക് ഉണ്ടായ നഷ്ടത്തെ ഓർത്ത് പശ്ചാത്താപിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. മൂന്നാമത് കാണുന്നത്, ഈ മകൻ ഞാൻ ഒന്ന് മടങ്ങിപ്പോയാലോ. തൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൽ ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ വാക്കുകൾ എന്തായിരുന്നു? എൻ്റെ പിതാവ് എന്നോട് എങ്ങനെയാണ് പെരുമാറിയത്? പിതാവിനോടൊപ്പം ജീവിച്ചായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിത്തീരത്തില്ല. അതുകൊണ്ട് തന്നെ താൻ ഓർക്കുകയാണ്, ഞാൻ ഇനിയും ഒന്ന് മടങ്ങിപ്പോണം. തൻ്റെ ജീവിതത്തിൻ്റെ പരാജയത്തിൽ തൻ്റെ ജീവിതം നിൽക്കുന്ന ആ ഇടത്ത് പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ധൈര്യം കാണിക്കുകയാണ്. പക്ഷേ മടങ്ങിപ്പോകുന്നത് ഇനിയും ഒരു മകനായിട്ടല്ല. മകനായിട്ട് കണ്ട പിതാവ്, മകനായിട്ട് സ്നേഹിച്ച ആ പിതാവിനെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്നുള്ള തിരിച്ചറിവുണ്ടായപ്പോൾ, മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായപ്പോൾ നാം പറയുകയാണ്, എനിക്ക് ആ വലിയ പിതാവിൻ്റെ മകനായി നിൽക്കുവാൻ കഴിയത്തില്ല. ആ പിതാവിൻ്റെ അടുക്കൽ ഒരു ദാസനെ പോലെയെങ്കിലും ജീവിച്ചാൽ മതി. അത് തന്നെ ഏറ്റവും സൗഭാഗ്യമുള്ളത്. ആ ഒരു യാത്രയാണ് പിന്നീട് ഈ മകൻ ചെയ്യുന്നത്. ഒരിക്കലും തിരിച്ച് പിതാവിൻ്റെ സൗഭാഗ്യങ്ങളിൽ അവകാശം നേടുവാൻ വേണ്ടിയുള്ളതല്ല. പിന്നെയോ പിതാവിൽ നിന്ന് ഇനിയും ലഭിക്കുന്നത് മാത്രം മതി എന്ന് ചിന്തിച്ച് മടക്കയാത്ര ചെയ്തു. പക്ഷേ ആ മടക്കയാത്രയിൽ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് താൻ കണ്ടത്. തന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു പിതാവ്, തനിക്ക് വേണ്ടി കാത്തിരുന്ന ഒരു പിതാവ്, തനിക്ക് വേണ്ടി എല്ലാം വീണ്ടും ഒരുക്കി കൊടുക്കുന്ന ഒരു പിതാവ്, തൻ്റെ വരവിൽ സന്തോഷിക്കുന്ന പിതാവ്. ഈ പിതാവിൻ്റെ മുന്നിൽ തന്നെ താൻ പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു മകനെയും കൂടെയാണ് കാണുന്നത്. നമ്മുടെയൊക്കെയും ഈ ആത്മീയ ജീവിതത്തിൽ നാം നമ്മുടേതായ വഴികൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഒത്തിരി സ്വയം നേട്ടങ്ങൾക്ക് വേണ്ടി. പിതാവ് നമ്മളോട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വചനത്തിൽ കൂടെയും വിവിധ പ്രസംഗങ്ങളിൽ കൂടെയും വിവിധ ആത്മീയ അന്തരീക്ഷങ്ങളിൽ കൂടെയും നമ്മളോട് പിതാവ് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. പലതും നാം കേൾക്കാതെ പോയിട്ടുണ്ട്. നമ്മുടേതായ ജീവിത രീതികളിൽ കൂടെ നാം ജീവിച്ചു പോയിട്ടുണ്ട്. ഇന്ന് നാം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതം ഈ പിതാവില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുകയില്ല. പിതാവിൻ്റെ സ്നേഹമില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. പിതാവ് കാണിച്ചു തരുന്ന വഴിയാണ് ജീവൻ്റെ വഴി. പിതാവിൻ്റെ അടുക്കൽ മാത്രമേ ഉള്ളൂ സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകത്തിൽ കർത്താവ് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അരികിൽ വരിക, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. പിതാവിൻ്റെ അരികിൽ മാത്രമേ ഉള്ളൂ ആശ്വാസം. ഈ പിതാവ് മാത്രമേ ഉള്ളൂ നമുക്ക് സങ്കേതം. പിതാവ് മാത്രമേ ഉള്ളൂ നമ്മെ നല്ല വഴിയിൽ കൂടെ നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടേതായ ചിന്തകളിൽ കൂടെ പോകാതെ, എനിക്കെന്തെങ്കിലുമായി തീരാമെന്ന് ചിന്തിക്കാതെ, എനിക്കറിയാം ഞാൻ എവിടെ പോകുന്നതെന്നറിയാതെ, കർത്താവിനറിയാം നാം എന്തായിത്തീരണം, കർത്താവിനറിയാം നാം എങ്ങോട്ട് പോകണം. അതിനുവേണ്ടി നമുക്ക് തിരിച്ച് പിതാവിൻ്റെ അടുക്കിലേക്ക് ഒന്ന് മടങ്ങിപ്പോകാം. ക്രിസ്തുവിനെ സ്വന്തമാക്കാം. ക്രിസ്തുവിൻ്റെ വാക്കുകളിൽ ജീവിക്കാം. ക്രിസ്തുവിനെ പോലെ ആയിത്തീരാം. അതല്ലോ നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രകാരം ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.